ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇന്നെനിക്കൊരു ഫ്രീ ഡേ ആയിരുന്നു. എന്ന് വെച്ചാൽ ക്ലാസ്സില്ല, സെക്കൻഡ് സാറ്റർഡേ ആണ്. ഞാൻ ഹോസ്റ്റലിലാണുള്ളത്. വീട്ടിൽ പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ചെറിയൊരു പണി ഉണ്ടായിട്ട് ഞാനിവിടെ ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വന്നതാണ്. ഞാൻ ഇവിടെ കുറേ നേരം ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ, സാധാരണ എനിക്ക് എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ ആ പണി ഇങ്ങനെ തീർത്ത് തീർത്ത് സമയം പോകുന്ന അറിയാറില്ല. എന്തെങ്കിലും വർക്ക്, ഒന്നെങ്കിൽ ട്യൂഷൻ എടുക്കാൻ പോകും, ക്ലാസ് എടുക്കാൻ പോകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും, വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അധികം ടൈം പോകുന്ന അറിയാറില്ല. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ കുറേ നേരം ഇൻസ്റ്റയിലിരുന്ന് കുറേ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തു. നമ്മളൊക്കെ പണ്ടുണ്ടല്ലോ, നമ്മളെ തന്നെ കമ്പയർ ചെയ്യുന്ന ആൾക്കാരില്ലേ, ഒന്നുകിൽ നമ്മളെ വീടിൻ്റെ ചുറ്റുള്ള ആൾക്കാരായിരിക്കും, നമ്മുടെ കൂടെ സ്കൂളിൽ പഠിച്ച ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും പേരൻസിൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളോടായിരിക്കും, കസിൻസിനോടായിരിക്കും. അവരൊക്കെ വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യുക. അവരുടെ ലൈഫ് എന്താ അടിപൊളിയാണല്ലേ, അങ്ങനെയൊക്കെ ജനിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയാൽ മതിയായിരുന്നു, അവരെ എത്തി നിൽക്കുന്ന സ്ഥാനത്ത് എത്തിയാൽ മതി എന്നൊക്കെ ആഗ്രഹിക്കാറുണ്ടാവില്ലേ. പക്ഷെ ഇപ്പം ഉണ്ടല്ലോ, നമ്മൾ നമ്മുടെ വീടിന് ചുറ്റുള്ള ആൾക്കാരായിട്ടോ നമ്മുടെ കസിൻസായിട്ടോ ഒന്നല്ല നമ്മളെ കമ്പയർ ചെയ്യുന്നത്. ഞാൻ ഇന്ന് കുറേ നേരം റീൽസിന് കണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എത്രത്തോളം കണ്ടൻറ്റാണ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ ബാക്കിയുള്ളവരെ വെച്ച് എന്നെ കമ്പയർ ചെയ്യാൻ തുടങ്ങി. ഇൻസ്റ്റയിൽ എനിക്ക് തീരെ പരിചയം പോലും ഇല്ലാത്ത, ഞാൻ ഇന്ന് വരെ കാണാത്ത ആൾക്കാരെ വെച്ചിട്ട് എൻ്റെ ലൈഫ് ഞാൻ കമ്പയർ ചെയ്യാൻ തുടങ്ങി. എത്രത്തോളം ഞാൻ ഇത്രയും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ ലൈഫിൽ പഠിക്കുന്നുണ്ട്, ഇപ്പോൾ MBBS ജോയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. സ്റ്റിൽ അവരുടെ ആ ഒരു വിക്ടറി കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു റീൽസ് കാണുമ്പോഴോ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ വയ്ക്കുക, ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു ഫീൽ വരിക. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു കൺസെപ്ഷൻ്റെ ഒരു ആൾക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, ഇന്ന് കുറേ നേരം ഇരുന്ന് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. നമ്മളെല്ലാവരും ബാക്കിയുള്ളവരായി നമ്മുടെ ലൈഫിനെ ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങി. ചിലപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള എഫേർട്ട് നമ്മൾ കാണാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. അവർ കുറേ എഫേർട്ട് ഇടുന്നുണ്ടാവും, അവർ കുറേ പണിയെടുക്കുന്നുണ്ടാവും, അവരിപ്പോൾ എത്തിയൊരു പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് കുറേ കാലം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ നമ്മൾ പെട്ടെന്ന് അവരുടെ എൻഡ് റിസൾട്ട് മാത്രം കാണുന്ന സമയത്ത് നമ്മുടെ ലൈഫ് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിച്ചു പോയിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ റീൽസ്, ഞാനൊക്കെ ഈ റീൽസ് കാണാൻ തുടങ്ങിയത് കോളേജിലെത്തിയതിന് ശേഷമാണ്. കോളേജിലെത്തിയപ്പോഴാണ് ഞാൻ ഈ റീൽസ് എന്നുള്ളൊരു സംഭവം വന്നത്. ഓക്കെ, ഞാൻ റീൽസ് ഉണ്ടാക്കലും ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ ഈ പണ്ട് ഈ ഹൈസ്കൂൾ കാലഘട്ടത്തിലോ 10th പഠിക്കുമ്പോഴേ ഞാൻ ഈ റീൽസൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ മൈൻഡ് അന്നേ വെറും പണിയെടുക്കണ്ട, അല്ലെങ്കിൽ ഞാൻ എത്ര പണിയെടുത്തിട്ടും കാര്യമില്ല, കാരണം അവർക്ക് ഭയങ്കര ഈസി ആയിട്ട്, ബാക്കിയുള്ളവർക്ക് ഭയങ്കര ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു മൈൻഡ് എൻ്റെ ഉള്ളിൽ വന്നേനെ അന്ന് തന്നെ. ചിലപ്പം ഇതൊരു പോസിറ്റീവ് വേയിൽ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ബാക്കിയുള്ളവരെ ഗ്രോത്ത് കാണുമ്പോഴും നമ്മൾ ബാക്കിയുള്ളവരുടെ റിസൾട്ടും വിക്ടറിയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ എനിക്ക് അങ്ങനെ ആവണം, ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്യും എന്നുള്ളൊരു സംഭവം കൂടെ ഉള്ളിൽ വരാം. അങ്ങനെയും പോസിറ്റീവായിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ വെറും ചെയ്യുന്നത്, ഞാനൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ട്, ഞാൻ റീൽസ് കാണുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, റീൽസ് കാണാൻ അധികം ടൈം കിട്ടാറില്ല. പക്ഷെ ടൈം കിട്ടുന്ന സമയത്ത് ബെഡിൽ കിടന്ന് വെറും റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണിയെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ആ ബെഡിൽ നിന്ന് എണീക്കാൻ തോന്നില്ല എനിക്ക് അതിൽ തന്നെ കിടന്നിട്ട് ഇങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തോന്നുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പണീൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്കൊക്കെ എടുക്കുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമായി മാറണം ഈ ഇൻസ്റ്റഗ്രാമും യൂട്യൂബൊക്കെ എന്ന് പറഞ്ഞാൽ. അല്ലാതെ യൂട്യൂബ് പിന്നെയും കുറച്ചും കൂടെ പ്രൊഡക്റ്റീവാണ് തോന്നുന്നത്. പക്ഷേ ഇൻസ്റ്റയിലെ ഷോർട്സ്, അല്ല ഇൻസ്റ്റയിലെ റീൽസ് എന്ന് പറയുന്നത്, യൂട്യൂബിലെ ഷോർട്സ് എന്നൊക്കെ പറയുന്നത് ശരിക്കും നമ്മൾ പോലും അറിയില്ല. നമ്മുടെ ലൈഫിൽ ഒരു 2 മിനിറ്റ് നമ്മളൊരു 10 വീഡിയോ കണ്ടിട്ടുണ്ടാവും. ആ 10x2 അപ്പോൾ 20 മിനിറ്റ് ഓൾറെഡി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ പോലും അറിയാതെ 1 മണിക്കൂർ 2 മണിക്കൂർ ഇങ്ങനെ കടന്നു പോവാണ്. ഇത് കാണുന്ന സ്റ്റുഡൻസൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ ഇൻസ്റ്റേൻ്റെയും യൂട്യൂബിൻ്റെയൊക്കെ എത്ര ടൈം, വാച്ച് ടൈം എത്രയാണ്, വാച്ച് അവേഴ്സ് എത്രയാണെന്നൊക്കെ നോക്കുക. ഒരു 4 മണിക്കൂർ പുറത്താണ്, 4 മണിക്കൂറിന് പുറത്താണ് ഇതിൻ്റെ വാച്ച് ടൈമൊക്കെ വരുന്നതെന്ന് വെച്ചാലുണ്ടല്ലോ, നിങ്ങളെ സ്വന്തം തന്നെ കൺട്രോൾ ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരിക്കലും റീൽസ് കണ്ടതുകൊണ്ടോ ഷോർട്സ് കണ്ടതുകൊണ്ടോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സക്സസ് ആവാൻ പോകുന്നില്ല. കാരണം ഈ റീൽസ് ഉണ്ടാക്കുന്നവരും ഷോർട്സ് ഉണ്ടാക്കുന്നവരൊക്കെ ചിലപ്പോൾ ബാക്കിയുള്ളവർ റീൽസ് കാണുന്നുണ്ടാവില്ല. അവർ സ്വന്തം റീൽസ് ഉണ്ടാക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, അത് ഇതാക്കുന്നു, പബ്ലിഷ് ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ ബാക്കിൽ അവർ കുറേ എഫേർട്ട് എടുക്കുന്നുണ്ടാവും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇത് വെറും ഇങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമുക്ക് ലൈഫിനൊരു മടുപ്പ് വരും തോന്നും. കാരണം ലൈഫിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും നമ്മളൊന്നും അച്ചീവ് ആവുന്നില്ല. റീസെൻ്റ്ലി തന്നെ കുറേ ആൾക്കാർ, കുറേ ക്രിയേറ്റേഴ്സിന് ഐപാഡിൻ്റെ ഒരു പ്രൊമോഷൻ ഭാഗമായിട്ട് കുറേ ഐപാഡ് കൊടുത്തു, പിന്നെ മാക്ബുക്ക് കൊടുത്തു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മാക്ബുക്ക് കിട്ടിയ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഈ മാക്ബുക്ക് കിട്ടിയ സമയത്ത് ആ വീഡിയോൻ്റെ അടിയിൽ കമൻസിലുണ്ട്,
മീൻസ് എനിക്ക് നമ്മളെന്തിനാ അത്രയും കാലം പഠിക്കുന്നത്, പഠിച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ലല്ലോ, ഇവരൊക്കെ ഇൻഫ്ലുവൻസസ് വീഡിയോസ് ഇട്ടിട്ട് അവർക്ക് ഐപാഡ് കിട്ടുന്നു, മാക്ബുക്ക് കിട്ടുന്നു, നമ്മൾ 4-5 വർഷം UG ചെയ്തു, പിന്നെ അതിന് ശേഷം PG ചെയ്തു, എന്നിട്ടും നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ എത്തുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ളത്. അപ്പോഴൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അവരുടെ സ്ട്രഗിളും നമ്മുടെ സ്ട്രഗിളും ഡിഫറെൻ്റ് ആണ്. ഒരു പക്ഷെ അവരെ സ്ട്രഗ്ലിങ് ഫേസ് നമ്മളാരും കണ്ടിട്ടുണ്ടാവില്ല, നമ്മുടെ സ്ട്രഗ്ലിങ് ഫേസ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ സമയത്തും നമ്മളെ വെച്ച് ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ഏത് കേസിലാണോ, നീറ്റിൻ്റെ കേസിലാണെങ്കിലും. നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് നീറ്റൊക്കെ കിട്ടി, ഞാൻ MBBS കയറി, അടിപൊളിയാണല്ലോ എന്ന്. എനിക്കും ഒരു സ്ട്രഗിളിങ് ഫേസ് ഉണ്ടായിരുന്നു നീറ്റിൻ്റെ. ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാനിങ്ങനെ സ്റ്റക്കായി പോയി കരഞ്ഞ ഫേസ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ കാലഘട്ടം എല്ലാവരുടെ ലൈഫിലൂടെയും കടന്നു പോയിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ ഈ റീൽസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ലൈഫിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അത് വല്ലാത്തൊരു, ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലൈഫിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൈഫിനെ അത് കുറച്ചും കൂടെ മടുപ്പിലേക്കും ബ്രെയിൻ റോട്ടിലേക്കും ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്ത് നടന്നാലും, ഒരു ചെറിയ കാര്യം നടന്നാൽ പോലും അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ, ഇതൊന്നും ഒരു ഹാപ്പിനെസ്സിനുള്ള കാരണമല്ല, വലിയ എന്തെങ്കിലുമൊക്കെ നടന്നാൽ മാത്രമേ നമുക്ക് ഹാപ്പി ആവാൻ പറ്റുള്ളൂ, സന്തോഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മളെല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് കുട്ടികളോടാണ്, സ്റ്റുഡൻസിനോടാണ്. പ്ലീസ് എല്ലാവരും ഒരു വാച്ച് ടൈമോ ഒരു റെസ്ട്രിക്ഷനൊക്കെ വെക്കുക. കാരണം നിങ്ങളുടെ ലൈഫ് ഇവിടെ തീരാനുള്ളതല്ല, കുറേ അങ്ങോട്ട് കിടക്കാനുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതും യൂട്യൂബിലും കാണുന്നതും മാത്രമല്ല ലൈഫ്, അത് വെറും അവരുടെ ഓരോരുത്തരുടെയും ലൈഫിൻ്റെ എഡിറ്റഡ് വേർഷനാണ്. ബൈ.